ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നേരെ വെളുത്തോ, മനസ്സിലാക്കുക, ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല, അതിന് പ്രസക്തിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തായാലും ഫലം ഉണ്ടാവും. നിങ്ങൾ ചെയ്യാത്ത പ്രവൃത്തിക്ക് ഫലം പ്രതീക്ഷിച്ചിരിക്കരുത്. എത്രയോ ദിവസങ്ങൾ, എത്രയോ ആഴ്ചകൾ, എത്രയോ മാസങ്ങൾ, എത്രയോ വർഷങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റിയോ? പലർക്കും പല സ്വപ്നങ്ങളുണ്ടാവും. സ്വപ്നങ്ങൾ കണ്ട് നടന്നതുകൊണ്ട് കാര്യമുണ്ടോ? ആരുടെ പ്രശ്നമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ എക്സ്ക്യൂസസുകൾ നമ്മൾ പറഞ്ഞു. ഇനി മടുത്തില്ലേ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട്? ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ആരെയാ പറ്റിക്കണേ? നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെയാണ്. നിങ്ങളുടെ വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആക്ച്വലി അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവൂലേ, ആർക്കെങ്കിലും വേണ്ടിയിട്ടൊന്ന് തുടങ്ങി വെക്കി. ഇത്രയും നാൾ നമ്മളെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് നടന്നില്ലേ? നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറി നിന്നില്ലേ? നാളെ നാളെ എന്ന് പറഞ്ഞിട്ട്. ഇനി എവിടാ നമുക്ക് സമയമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 2024 തീരാറായി. ഇനി എത്ര നാളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും? നമ്മുടെ ഈ ഇയറും കടന്നുപോയി. നമ്മൾ ന്യൂ ഇയർ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കും, ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണും. നമുക്ക് അത് നേടണം, ഇത് നേടണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. പക്ഷേ ഒരാഴ്ചയെ നമ്മുടെ അടുത്ത് പോവാറുള്ളൂ. അതെന്തുകൊണ്ടാ? ആരുടെ പ്രശ്നമാണ്? നമ്മുടെ മാത്രം പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്താ? നമുക്ക് കൈകളില്ലേ, കാലുകളില്ലേ, ബുദ്ധിയില്ലേ ചിന്തിക്കാനായിട്ട്? എല്ലാം ഉണ്ട്. എല്ലാം ദൈവം നമുക്ക് കണ്ടറിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ തരാനുള്ളത്? എൻ്റെ വീഡിയോ എത്ര പേര് കാണുമോ എന്നറിയില്ല. കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, തീരുമാനം എടുക്കി. ഡു സംതിങ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ഗോളിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാന്, റീച്ച് ചെയ്യാന് എന്തെങ്കിലും ചെയ്യേ. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവൂല. പക്ഷെ നിങ്ങൾ എപ്പോ സക്സസിൽ എത്തുന്നോ അന്ന് നിങ്ങളുടെ കൂടെ എല്ലാവരും വരും. പരാജയപ്പെട്ടവന്റെ കൂടെ ഒരാളെയും കാണൂല. പക്ഷെ വിജയിച്ചവന്റെ കൂടെ ഒരുപാട് പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ നമുക്ക് വിജയിച്ചേ പറ്റൂ. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങുക. ഇനിയും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. കുറെ നാൾ ഭക്ഷണം കഴിച്ചു, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചു, കുറെ കണ്ടു, കുറെ കേട്ടു. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഇത്രയോ മനോഹരമായിട്ടുള്ള ഒരു ജന്മം നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് തന്നത്. ഒന്നുകൂടെ ഇരുന്നാലോചിക്കുക, ഇരുന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ ഗോൾ എന്താന്നുള്ളത് ആലോചിക്കുക, അത് കണ്ടെത്തി അത് എഴുതി വെക്കുക. ഗോളിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണോ എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വെക്കൂ. ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ എടുത്തു വെച്ച് തരും. വെറുതെ ആഗ്രഹിച്ചിരുന്നോണ്ട് കാര്യമില്ല. ആഗ്രഹം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കേണ്ടി വരും, നന്നായിട്ട് പ്രവർത്തിക്കണം, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ സക്സസ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 2024 തീരാറായല്ലോ. ഇന്ന് മുതലെങ്കിലും നിങ്ങൾ തീരുമാനം എടുക്കുക, നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. പരാജയങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, എല്ലാം വരും. പക്ഷെ തളർന്നു പോവരുത്, തകർന്നു പോവരുത്. മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവുക. എല്ലാവർക്കും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. ആരെയും വെറുപ്പിക്കാണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും സ്നേഹം മാത്രം കൊടുത്ത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാണ്ട് അതിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. സോ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും നമ്മളെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു, അതിപ്പോൾ വേണ്ട, അല്ലെങ്കിൽ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കുന്നത് ആരെയല്ല, നമ്മളെ തന്നെയാണ് പറ്റിക്കുന്നത്. നമ്മുടെ മൈൻഡിനെയാണ് പറ്റിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കാൻ പ്രയാസമായിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയാണ്ട് വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കലൊക്കെ ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ഓക്കെ, താങ്ക് യു.